എസ് ഡി സന്യാസ സമൂഹത്തിൻ്റെ കോതമംഗലം സെൻറ്റ് വിൻസെൻറ്റ് പ്രൊവിൻസിൻ്റെ സോഷ്യൽ അപ്പോസ്റ്റലേറ്റ് കൗൺസിലറായ സിസ്റ്റർ ജോസിയ എസ് ഡി ആണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അപകടത്തിൽ മരിച്ച ഹേസ്ലറ്റ് സിസ്റ്ററിനോടൊപ്പം ഒരുപാട് നാളുകളായിട്ട് ചെറുപ്പം മുതലേ പ്രവർത്തിച്ച സിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റർ ഹേസ്ലറ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. നമുക്കൊട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിലിരുന്ന ഒരു മാണിക്യം അങ്ങ് വഴുതി പോയ പോലത്തെ ഒരു ഫീലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇങ്ങനെ പറയുമ്പം ഞാൻ 99 ഞാൻ കോൺഗ്രിഗേഷനിൽ വന്ന് ചേരുന്നത്. അപ്പോൾ തൊടുപുഴ മഠത്തിൽ നിന്ന് ക്യാമ്പിനായിട്ട് ആദ്യമായിട്ട് പെരിങ്ങഴ മഠത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നതാണ് സിസ്റ്റർ ഹേസ്ല. ആ ഒരു മുഖമാണ് അന്നൊക്കെ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സമയം. അപ്പം അന്നു മുതൽ സിസ്റ്റർ ഹേസ്ലറ്റിനോടൊരു ബന്ധം 99 മുതൽ ഞാൻ ആദ്യമായിട്ട് സന്യാസത്തിലേക്ക് കയറി വന്ന ആ ഒരു സമയം മുതൽ കണ്ട ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഇങ്ങനെ മീഡിയയുടെയൊക്കെ മുമ്പിൽ നമ്മളിങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഉള്ള ഈ ഗൃഹപാഠം നന്നായിട്ട് ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാൻ ഒരു ടീച്ചറാണ് ആൾ. അപ്പോൾ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു സിസ്റ്റർ ഹേസ്ലറ്റ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളോട് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു, സന്യാസ സമൂഹമാണ് നമ്മുടെ അമ്മ. ആ സന്യാസ സമൂഹത്തെ ജീവന തുല്യം സ്നേഹിക്കുമ്പം ഈശോ നമുക്ക് വേണ്ടതെല്ലാം തന്നോളും എന്നുള്ളൊരു അതായിരുന്നു ആളുടെ ഒരു ജ്വരമായിരുന്നു. സന്യാസം ഏറ്റവും ആഹ്ലാദമായിട്ട് ജീവിക്കണം എന്നുള്ളതൊരു വലിയ ജ്വരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോർമേഷനിലൊക്കെ ഞാനൊക്കെ +2 പഠിച്ചത് ഇവിടെ നിന്നാണ്. പ്രൊവിൻഷ്യൽ നിന്ന് കോതമംഗലം സെൻറ്റ് ജോസഫ്സിലാണ് +2 പഠിച്ചത്. അപ്പോൾ നമുക്കറിയാം +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് കൊച്ചുങ്ങളാണ്. അപ്പം പരീക്ഷ പഠനം അതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ വേറെ ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഏതെങ്കിലും മൂലയ്ക്ക് പോയി വിഷമിച്ചൊക്കെ ഇരിക്കുമ്പം തപ്പിപ്പിടിച്ച് വരും. ഇപ്പം നമ്മളുടെ മുഖം മാറിയാൽ ആൾക്കറിയാം. അത് വലിയൊരു കാര്യമായിരുന്നു. നമ്മുടെ മുഖത്തെ പ്രസന്നത പോയാൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നോക്കിയ ആൾ എന്നാ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഫോർമേഷൻ കാലം മുതൽ എസ് ഡിക്കാരെപ്പോഴും സന്തോഷവതികളാണ്. നമുക്ക് ദുഃഖിക്കാൻ നമുക്ക് അവകാശമില്ല. ഈശോയാണ് നമ്മുടെ കൂടെയുള്ളത്, വിളിച്ചത്. അപ്പോൾ ഈശോ ഒരിക്കലും നമ്മളെ ഇട്ടിട്ട് പോകില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരാളുടെ വേർപാടോ അല്ലെങ്കിൽ വേറൊരാളിപ്പോൾ ഞങ്ങളൊക്കെ കൊച്ചുങ്ങളാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്ഥലം മാറിയൊക്കെ പോകുമ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ കരയും. നമുക്ക് അത്രയും നല്ല ബന്ധമാണ് എല്ലാവരുമായിട്ടും. അപ്പോൾ അന്നേരം സിസ്റ്റർ ഹേസ്ലറ്റ് പറയും, മച്ചുറായിട്ട് നിൽക്കണം. ഈ പക്വത എന്ന് പറയുന്ന സാധനം ആളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരു പ്രൊഫഷണൽ ലൈഫിലും എല്ലാം കാത്തു സൂക്ഷിച്ച ഒരാളാണ്. അതിനേക്കാൾ ഉപരി സ്വന്തം ജീവിക്കുന്നത് പോലെ തന്നെ എൻ്റെ അനുജത്തിമാരും ആ രീതിയിലേക്ക് വളരണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പറയില്ലേ ഇങ്ങനെ കഠിന പരിശീലനം എന്ന് പറയും, അടിച്ചു വളർത്തിയ പിള്ളേരെന്ന് പറയുന്നത് പോലെയാണ് ഞങ്ങളെയൊക്കെ. ഇങ്ങനെ സിസ്റ്റർ ഹേസ്ലറ്റിന് അറിയാം ഓരോരുത്തരുടെയും കേപ്പബിലിറ്റി എന്താണ്, കപ്പാസിറ്റി എന്താണെന്നുള്ള കാര്യം സിസ്റ്റർ ഹേസ്ലറ്റിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളെ ഇങ്ങനെ പദം വരുത്തിയെടുക്കുന്ന ഒരു രീതി ആൾക്കുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ഫോർമേഷനിലൊക്കെ ആയിരിക്കും നമ്മൾ പല കാര്യങ്ങൾക്ക് സ്റ്റേജിൽ കയറും, പല പരിപാടികൾ അവതരിപ്പിക്കും, നമ്മൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ MC ആകും. ഇതെല്ലാം വളരെ സസൂക്ഷ്മം വീക്ഷിച്ചിട്ട് വളരെ സ്വസ്ഥമായിട്ട് എല്ലാം കഴിയുമ്പോൾ എന്ന് പറയും, ജോസിയ അത് മൈക്ക് പിടിക്കുന്നതിൻ്റെ ശൈലി, നമ്മളൊരു സ്റ്റേജിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം അതിൻ്റെ സംസാര രീതിയുടെ പ്രത്യേകത, നമ്മൾ അന്നേരം ഇങ്ങനെ കൊളോക്കിയലായിട്ടൊന്നും അങ്ങനെ വെറുതെ സംസാരിക്കുന്ന പോലെയല്ല. മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പം അങ്ങനെ വെറുതെ പറയരുത്. ഒരു അടിച്ചു പരത്തിയ ഭാഷ നമുക്കുണ്ടാകണം. ആളൊരു മലയാളം ടീച്ചറായിരുന്നു. അതിൻ്റെ എല്ലാ സവിശേഷതകളും ഇവിടെ ഞങ്ങളെ ഓരോരുത്തരെയും അതിനനുസരിച്ച് ഇപ്പം കുർബാനയ്ക്ക് ശുശ്രൂഷയാകുന്നത് അല്ലെങ്കിൽ ലേഖനം വായിക്കുമ്പോൾ സ്ഫുടത, ഇങ്ങനത്തെ അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നന്നായിട്ട് തിരുത്തി തരികയും ഒരിടത്ത് കയറി നിൽക്കുമ്പോൾ ബോൾഡായിട്ട് നിൽക്കണം. SD സന്യാസിനി നിൽക്കുന്ന ആ പ്രൗഢിയിലും ആ ഒരു കുലീനതയിലും നിൽക്കണം. അങ്ങനെ ഓരോരുത്തരെയും വളർത്തിയെടുത്തുകൊണ്ട് വരാൻ വളരെ പ്രഗത്ഭയായിരുന്നു ആൾ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ LLBക്ക് പോയി ചേർന്ന സമയത്ത് ആളിങ്ങനെ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ ഒരു സപ്പോർട്ട് എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വളർന്നു വരുന്ന ഇങ്ങനെ വേണം, നമ്മൾ സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി, ആ ഒരു ചിന്ത തന്നെ എൻ്റെ ഉള്ളിൽ വരാൻ കാരണം സിസ്റ്റർ ഹേസ്ലറ്റാണ്. നമ്മൾ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയിട്ടാണ് സമർപ്പിതരായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ മാത്രം പിടിച്ചുകൊണ്ടുള്ളൊരു ജീവിതം അതൊരു സന്യാസിനിക്ക് പറ്റത്തില്ല. ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഓഫ് നമ്മളുടെ റിലീജിയസ് പീപ്പിൾ
അങ്ങനെ ഒരു ചിന്ത. അപ്പം ജോസിയായി വെറുതെ അല്ല LLBക്ക് പഠിക്കാൻ വിട്ടേക്കുന്നത്. പഠിച്ചിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ സ്കൂള് വീടെന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഫീൽഡിൽ നിൽക്കാനല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങണം, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം, നമ്മളുടെ ജീവിതം കൊണ്ട് പൊതുസമൂഹത്തിന് മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാകണം. ആ ഒരു ചിന്ത എൻ്റെ തലയിലേക്ക് വന്നതും നമ്മളതിന് വേണ്ടിയിട്ട് ഇപ്പം ഫ്ലഡ് വന്നു, വയനാട്ടിൽ പ്രശ്നം വന്നു, അങ്ങനെ. അപ്പോൾ അന്നേരം ഇവിടെ എനിക്ക് SD സന്യാസിനെ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഒരു ദിവസം താമസിച്ചിരുന്നെങ്കിൽ ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു എന്നോട് പറഞ്ഞു. വയനാട്ടിൽ ഞങ്ങൾ SD-കാരാണ് ആദ്യം ചെന്നത്. അപ്പോൾ അന്ന് രാത്രി തന്നെ ഞങ്ങൾ അതിനുള്ള പരിപാടികളെല്ലാം ചെയ്ത് യൂത്തിൻ്റെ കൂടെ ഞങ്ങൾ അങ്ങ് പോയി. അതിൻ്റെ പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഒരു ദിവസം കൂടി ജോസിയെ വൈകിയിരുന്നെങ്കിൽ ഞാൻ ഇതെന്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അങ്ങനെ അതാണ് ആളുടെ ഒരു ലൈൻ. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഇറങ്ങിപ്പൊക്കോണം. അതിനകത്ത് അവിടെ എന്തു വരും, ഇവിടെ എന്തു വരും, നമ്മുടെ ജീവന് അപകടം പറ്റുമോ, അങ്ങനെ ഒന്നും അത് നമുക്ക് ചേർന്നതല്ല ചിന്തിക്കാൻ. നമ്മൾ ക്രിസ്തുവിൻ്റെ പടയാളികളാണ്, അങ്ങ് ഇറങ്ങിക്കോണം, ചത്താ ചാകണം, തല്ലിക്കൊന്നാ പൊക്കോട്ടെ, അങ്ങനെ അതാണ് ആളുടെ ഒരു ലൈൻ, അതായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ അങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു ആൾ. പിന്നെ സന്യാസത്തിൻ്റെ ഇപ്പം ഇങ്ങനെയെല്ലാം, പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഇഷ്ടംപോലെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടാകാറുണ്ട്. അപ്പോഴെല്ലാം ഞങ്ങളുടെ എന്തെങ്കിലും ഒരു കളി, തമാശ, എന്തെങ്കിലും ഒരു കോമഡി, അല്ലെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ആൾ നല്ലൊരു ആക്ടറാണ്, നന്നായിട്ട് പ്രസംഗം, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾ ഒന്നിച്ചിഷ്ടം പോലെ കളികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ ഞാനിങ്ങനെ ഞങ്ങൾ വേഷം കെട്ടി ചെയ്തിട്ടുള്ള നാടകങ്ങളും പരിപാടികളൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോണിൽ കൂടെ എടുത്ത് അങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ ഒരു വിഷൻ, SDയെക്കുറിച്ചൊരു വിഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോതമംഗലം സെയിൻറ്റ് വിൻസെൻറ്റ് പ്രോവിൻസിനെ കുറിച്ച് ഒരു വിഷൻ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് ആളുടെ ശരീരമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ, അവശേഷിപ്പിച്ച് പോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്ന് പറഞ്ഞതാണ്, ഇങ്ങനെ കത്തിപ്പെടരട്ടെ, നമ്മളിങ്ങനെ ആനന്ദം കൊണ്ട് നിറയണം, കത്തിക്കയറണം, ക്രിസ്തുവിന് വേണ്ടി കത്തിക്കയറണം, കത്തിത്തീരണം, നമ്മൾ അങ്ങനെ ജീവിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പറഞ്ഞിറങ്ങിപ്പോയ ആളാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പം അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം ഇങ്ങനെ സിസ്റ്റർ ഹേസ്ലെറ്റ് ഇതിലെ ഉണ്ട്. ഇപ്പോൾ കൂട്ടുമുറിയിൽ ചെന്നാൽ, ഉല്ലാസമുറിയിൽ ചെന്നാൽ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ ഫോണിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ ആരോട് ചോദിച്ചാലും അവരെല്ലാം പറയുന്നൊരു കാര്യമാണ്, വെരി പേഴ്സണൽ റിലേഷൻഷിപ്പ് സൂക്ഷിച്ച ഒരാളാണ്. അത് ആരോട് ചോദിച്ചാലും ഇതിപ്പോൾ നമ്മളിങ്ങനെ പറയുന്നവരെല്ലാം അതാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ള ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, സൗഹൃദങ്ങളുടെ ഒരു എന്നാ പറയുന്നത് എനിക്കറിയില്ല, സൗഹൃദങ്ങളെ ഇങ്ങനെ ഈ മണിച്ചെപ്പ് പോലെ സൂക്ഷിച്ചു വെച്ച്, അത് ഓരോരുത്തരുടെയും ചെപ്പ് തുറക്കുമ്പം ഓരോ പ്രത്യേകതയാണ് ആളുടെ വരുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ലേ, കുറച്ച് നാളുകളായിട്ടുള്ളൂ റിട്ടയർ ആയിട്ട് അല്ലേ? റിട്ടയറിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെയുള്ള നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നു അല്ലേ? എന്താണ് അതിനെക്കുറിച്ച് പറയാം? ഞങ്ങളും എന്ന് വെച്ചാൽ മാർച്ച് കഴിഞ്ഞപ്പം ഞങ്ങളിവിടെ പറയുമായിരുന്നു, സിസ്റ്റർ ഹേസ്ലെറ്റിനെ മൊത്തത്തോടെ നമുക്കങ്ങ് കിട്ടാൻ പോവാം. അപ്പം ഇത് മൊത്തത്തോടെ ഇല്ലെങ്കിലും ആൾ എന്തേൽപ്പിക്കുന്നോ അത് 100% ആയിരുന്നു. അത് ഈ ടീച്ചിങ് അതങ്ങനെ നിന്നുകൊണ്ട് തന്നെ എന്തേൽപ്പിക്കുന്നോ അത് എന്ന് വെച്ചാൽ അധികാരികൾ ഒരു കാര്യം പറഞ്ഞെന്നാൽ അതിനകത്ത് പിന്നെ അത് ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ പറഞ്ഞു തന്നേക്കുന്ന കാര്യമാണ്, നമ്മളുടെ പ്രൊഫഷൻ വേറെ, സന്യാസം വേറെ, സന്യാസത്തിനാണ് പ്രയോറിറ്റി അത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത്. ആൾ അങ്ങനെ തന്നെ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇവിടെ പ്രൊവിൻഷ്യലോസിലായിരുന്നപ്പം ഞാനിനി എന്നാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം ഇതാണ്, ബ്ലാങ്ക് ബുക്ക്, നമുക്കൊരു വൈറ്റ് പേപ്പർ, ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വൈറ്റ് പേപ്പർ കിട്ടിയാൽ നമുക്ക് അത് കിട്ടുന്ന ആൾക്ക് എന്ത് വേണമെങ്കിലും അതിലെഴുതാം. അത്രയ്ക്കും ഓപ്പണായിരുന്നു, റെഡിനെസ് ആൾക്കുണ്ടായിരുന്നു, ഫ്രീ ആയിരുന്നു. അതിപ്പം നമ്മളിപ്പോൾ കൗൺസിൽ കൂടി ഇപ്പോൾ സുപ്പീരിയർ ജനറൽ ഇന്ന് ആളെ ഒരു മാസത്തേക്ക് ജനറലേറ്റിലേക്ക് കൊണ്ടുപോകാനിരുന്ന ദിവസമാണ്. നമ്മളുടെ ഒരു കോൺഗ്രിഗേഷൻ്റെ ചരിത്രം എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിനുവേണ്ടി പോകാനിരുന്നതാണ്. അപ്പം ഞാൻ ഇന്നലെയും ഇന്നും ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഡോക്യുമെൻ്ററി സംബന്ധിച്ച് ഷൂട്ടിങ്ങിന് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഞാൻ വെച്ചേക്കുമായിരുന്നു. 30/1 അങ്ങനെ അത് 2 ആഴ്ച മുമ്പ് പറഞ്ഞു വെച്ചിരുന്നൊരു ഡേറ്റാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല ജോസിയ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സുപ്പീരിയർ ജനറൽ ഈ വോയിസ് ഇട്ട് കഴിഞ്ഞപ്പോൾ 1-ാം തീയതി മുതൽ വരണം എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ജോസിയ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളുടെ മുകളിലുള്ള അധികാരി സുപ്പീരിയർ ജനറലാണ്, അപ്പോൾ അതനുസരിക്കുക, നല്ല ഹേസ്ലെറ്റ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്, നമുക്കത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു സിസ്റ്റർ ഹേസ്ലെറ്റിനെ മൊത്തത്തോടെ നമുക്ക് പ്രോവിൻസിന് കിട്ടാൻ പോകുന്നു, എന്തിനു വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എടുത്തിടാവുന്ന ഒരാളാണ്.
അപ്പോൾ അങ്ങനെ മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഇവാഞ്ചലൈസേഷൻ്റെ ആ ഒരു മേഖല ഇയാളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യിപ്പിക്കണം എന്ന് അങ്ങനെയായിരുന്നു. ആളുടെ ഫലം മൊത്തത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ പല സ്ഥലത്തും ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കും ധ്യാനം അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ആൾ പോകുന്നുണ്ടായിരുന്നു. പിന്നെ പല സ്ഥലത്തും ക്ലാസ്സുകൾ, പിന്നെ ഞങ്ങളൊരു ടീമായിരുന്നു, ഇടവക ധ്യാനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിനകത്തെ ഒരു നെടുന്തൂണായിരുന്നു സിസ്റ്റർ ഹേസ്ലെറ്റ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറേ അധികം ധ്യാനങ്ങൾ, കുറേ ഇടവകളിൽ ഞങ്ങളൊരു ടീം, ഒരു 8 പേരടങ്ങുന്ന ഒരു ടീമുണ്ട്. പാട്ടുകാരും ഞങ്ങൾ ടോക്ക് കൊടുക്കുന്നവരും എല്ലാവരും അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ ഭയങ്കര സ്വപ്നമാണ്, ഇഷ്ടംപോലെ സ്വപ്നം കാണുമായിരുന്നു. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, അങ്ങനെ ടക്കേത് കാര്യങ്ങൾ ചെയ്ത് പോകണം. ഞങ്ങൾ അങ്ങനെ വന്നങ്ങ് കൂടുന്നു, ചെയ്യുന്നു അങ്ങനെ. അപ്പം നമുക്ക് ഇപ്പം എൻ്റെ ഉള്ളിലൊരാശയം ഉണ്ടെങ്കിൽ സിസ്റ്റർ ഹേസ്ലെറ്റ് അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലോ ജോസിയ പോരെ, അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഞങ്ങൾ ആ ക്രിസ്മസ് ക്ലീനിങ് പ്രോഗ്രാം ചെയ്തത്. അങ്ങനെയാണ് ഒരു 4 ആഴ്ച നീണ്ടു നിൽക്കുന്നൊരു കാര്യം. രാവിലെ 5:30ക്കാണ് ബോധം വന്നത്, ദൈവം ഇതൊന്നും 4 ആഴ്ച ചെയ്യണമല്ലോ. അപ്പം തന്നെ ഞാൻ മെസ്സേജ് ഇട്ടു, ഓക്കെ രാവിലത്തെ 6ൻ്റെ കുർബാന കഴിയുമ്പം അവിടെ എത്തിയാരേന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടിയായിട്ട് ചെന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. നമുക്ക് അതിനകത്ത് വലിയ ആലോചനയുടെയോ ഒരു ആശയം മനസ്സിൽ വന്നാൽ ഉടനെ അത് ലൈഫ് കൊടുക്കുക, ആ ആശയത്തിന് ലൈഫ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ആളുടെ ഒരു ലൈൻ. അതിന് എനിക്ക് കട്ട സപ്പോർട്ടായിരുന്നു. ആളുടെ ആശയങ്ങൾ നമുക്കും മനസ്സിലാവും. എപ്പോഴും സ്വപ്നം കാണുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ വിനിയോഗിക്കുക, പ്രത്യേകിച്ചും ഇവാഞ്ചലൈസേഷൻ്റെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ. ആൾക്ക് വചനം ഭയങ്കര ഒരു വചനത്തോട് തീക്ഷ്ണതയുണ്ട്, താപസികതയോട് തീക്ഷ്ണതയുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ്. അപ്പം എനിക്കിനി കൊതി തീരെ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു സീറ്റിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ധ്യാനം കൂടി പോകുന്നൊരു ഫീലാണ്. ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അങ്ങനത്തെ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നം അതായിരുന്നു. തമ്പുരാനിനി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ സെൻറ്റൻസാണ്, ജോസിയ തമ്പുരാൻ നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് പാക്കേജായിട്ടാണ് ഏൽപ്പിക്കുന്നത്. ഈ പാക്കേജിനുള്ള ഇപ്പോൾ ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നും അറിയണ്ട, അങ്ങ് ഇറങ്ങിയാൽ മതി, അത് അവർ ചെയ്തോളും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇട്ട മെസ്സേജാണ് സിസ്റ്റർ, ഈ ഇവാഞ്ചലൈസേഷൻ്റെ കൗൺസിലർ സിസ്റ്റർ അമൻ്റെക്ക് ഇഷ്ട മെസ്സേജാണ്. നമ്മൾ സ്വപ്നം കാണുക, അതിനനുസരിച്ച് നമ്മൾ നീങ്ങുക. അപ്പം തമ്പുരാൻ അത് പാക്കേജായിട്ട് നമുക്ക് തരും. അപ്പം എനിക്ക് വേണ്ടി എന്തോ പാക്കേജ് തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് കയറിപ്പോയ ആളാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തമ്പുരാനൊരു പാക്കേജ് ഉണ്ടാകും. അത് ഇപ്പോൾ ചിലപ്പം ഇവിടെ ഇരുന്ന് ഫിസിക്കലി ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധികം കാര്യങ്ങൾ പ്രോവിൻസിന് വേണ്ടി സിസ്റ്റർ ഹേസ്ലെറ്റിന് തമ്പുരാനോട് കൂടെ അവിടെ ഇരുന്ന് ചെയ്യാനുണ്ടാകും. പിന്നെ സിസ്റ്റർ ഹേസ്ലെറ്റിൻ്റെ ചാച്ച മരിച്ച സമയത്തൊക്കെ, ചാച്ചനല്ല അമ്മച്ചി മരിച്ച സമയത്തൊക്കെ, എൻ്റെ ബ്രദർ മരിച്ചതാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ വന്ന് പറയുമായിരുന്നു, ജോസിയ നമ്മളൊരിക്കലും ആ ഒരു മിസ്സിങ് ഫീലിംഗ് നമുക്ക് വരരുത്, നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരരുത്. ഈശോയുടെ അടുത്ത് അവർ ഇപ്പം ഫിസിക്കലി നമ്മളോടൊപ്പം പ്രസൻ്റ് ആയിരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് അവർ നമ്മളുടെ കൂടെ ആത്മീയമായിട്ടുണ്ട്. അപ്പോൾ അവരോട് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു ഭയങ്കര ബോധ്യമായിട്ട് അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അതേ ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഫിസിക്കലി സിസ്റ്റർ ഹേസ്ലെറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ അത് സ്പിരിച്വലി ആൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളപ്പം പ്രോവിൻസിന് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം തമ്പുരാൻ അങ്ങനെ കൊണ്ടുപോയത് എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് തോന്നുന്നത്.